ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സാരി എങ്ങനെ വീട്ടിൽ തന്നെ നമുക്ക് ഡ്രൈ ക്ലീൻ ചെയ്തെടുക്കാമെന്നുള്ളതാണ്. നമ്മൾ പുറത്തൊക്കെ കൊടുത്ത് ഡ്രൈ വാഷ് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നല്ല പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് നമ്മൾ ഏത് ഫാബ്രിക്കിന്റെ തുണിയായാലും അത് സാരി ആയാലും മറ്റേത് ഡ്രസ് ഐറ്റംസ് ആയാലും നമുക്ക് വീട്ടിൽ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഡ്രൈ ക്ലീൻ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തുണി ഒരുപാട് നാൾ ഈട് നിൽക്കും, അതുപോലെ തന്നെ പെട്ടെന്ന് ഫെയ്ഡ് ആവത്തൊന്നുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇന്നൊരു സെമി സിൽക്കിൻ്റെ സാരിയാണ് കേട്ടോ ഡ്രൈ ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. സാരി പോലുള്ള ഐറ്റംസൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കുമ്പം ഒരിക്കലും ഇതുപോലെ ചുരുട്ടിക്കൂട്ടി വെള്ളത്തിലേക്ക് മുക്കി വെക്കരുത്. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ മുക്കി കഴുകി എടുക്കുകയാണെങ്കിൽ ഉണങ്ങി കിട്ടുമ്പം ഒരുപാട് ചുളിവുകളൊന്നും നമ്മുടെ സാരിയിൽ ഉണ്ടാവില്ല കേട്ടോ. ഒരുപാട് പെർഫെക്റ്റ് ആയിട്ടൊന്നും നമുക്ക് പ്ലേറ്റ് എടുക്കേണ്ട, റഫായിട്ട് ഇതുപോലെ ഒന്ന് എടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏത് ഫാബ്രിക്കിൻ്റെ തുണിയും നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം. ചില തുണികളൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന് ഉപയോഗിച്ച് കഴിയുമ്പം ഒരു പ്രാവശ്യം വെള്ളത്തിൽ മുക്കിയെടുക്കുമ്പം തന്നെ നല്ലപോലെ കളറൊക്കെ പോവും. അങ്ങനെയുള്ള തുണികളാണെങ്കിൽ കൂടി ഈ ഒരു രീതിയിൽ നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് കാലം അതിൻ്റെ കളറ് ഫെയ്ഡ് ആവാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് ആ ഒരു പ്ലേറ്റൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കല്ലുപ്പിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സാരി അതിലൊന്ന് മുക്കി വെക്കുകയാണ് കേട്ടോ. പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ആദ്യമായിട്ട് കഴുകുന്ന സമയത്ത് ഇതുപോലെ ഉപ്പിട്ട വെള്ളത്തിലൊന്ന് മുക്കി വെച്ചിട്ട് നമ്മൾ കഴുകി എടുക്കുകയാണെങ്കിൽ എത്ര കളർ ഇളകുന്ന വസ്ത്രങ്ങളാണെങ്കിൽ കൂടിയും ഒരുപാടൊന്നും അതിൽ നിന്ന് കളർ ഇളവില്ല കേട്ടോ. മാത്രമല്ല അതിൻ്റെ ഒരു കളറ് കുറേ നാൾ നിലനിൽക്കുകയും ചെയ്യും. ഏകദേശം നമ്മൾ 1 ടേബിൾ സ്പൂണോളം ഉപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ സാരി മുക്കി വെക്കുകയാണ്. ഡൈ ചെയ്യുന്നിടത്തൊക്കെ ഇതുപോലെ ഉപ്പ് വെള്ളത്തിൽ തുണികൾ മുക്കി വെക്കാറുണ്ട് കേട്ടോ, അതിൻ്റെ കളറ് ഒരുപാട് ഇളകാതിരിക്കാനായിട്ട്. പുതിയ വസ്ത്രങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് കഴുകുന്ന സമയത്ത് എല്ലാ വസ്ത്രങ്ങളും കൂടെ ഒരുമിച്ചിട്ട് കഴുകാതിരിക്കുക. ഏതിൽ നിന്നാണ് നമുക്ക് കളർ ഇളകുന്നതെന്ന് അറിയില്ല. ചിലപ്പം കളറൊക്കെ ഇളകിയിട്ട് മറ്റുള്ള വസ്ത്രങ്ങളിലും ആ ഒരു കളർ പിടിക്കും. അപ്പോൾ അത് ഇതുപോലെ ഓരോന്നായിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ എൻ്റെ സാരിയൊക്കെ ഈ ഒരു രീതിയിലാണ് കേട്ടോ കഴുകിയെടുക്കുന്നത്. ഒരുപാട് പ്രാവശ്യം നമ്മൾ സാരി ഒന്നും ഉടുക്കാറില്ലല്ലോ, വല്ലപ്പോഴും മാത്രമല്ലേ നമ്മൾ സാരിയൊക്കെ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അതിൽ ഒരുപാട് അഴുക്കൊന്നും ഉണ്ടാകാറില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടും പറ്റും. ഇപ്പം ഞാനൊരു 5 മിനിറ്റോളം ആ ഒരു ഉപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് എടുത്തതാണ്. നമ്മുടെ സാരിയിൽ നിന്ന് ഒട്ടും തന്നെ കളർ ഇളകിയിട്ടില്ല. കളർ ഇളകുന്നതാണെങ്കിൽ കൂടിയും ഒരുപാടൊന്നും പോകില്ല കേട്ടോ, വളരെ ലൈറ്റായിട്ട് മാത്രമേ കളർ പോകത്തുള്ളൂ. അതും ഒരൊറ്റ പ്രാവശ്യം കഴുകുമ്പോഴേ പോകൂ, പിന്നെ ഉള്ള വെള്ളത്തിൽ കഴുകുമ്പോൾ ആ ഒരു കളർ ചേഞ്ച് ആവത്തില്ല. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു പൗച്ച് ഷാമ്പു നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഏത് ഷാമ്പു വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അത് നല്ലപോലെ കൈ ഉപയോഗിച്ച് പതപ്പിച്ചതിന് ശേഷം നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന സാരി ഉണ്ടല്ലോ, ഇതിലേക്ക് ഒരു 5 മിനിറ്റോളം കൂടി ഇട്ട് വെക്കുന്നുണ്ട്. പട്ടിൻ്റെയൊക്കെ സാരിയാണ് ഞാൻ കഴുകുന്നതെങ്കിൽ 5 മിനിറ്റ് പോലും ഞാൻ ഈ ഒരു വെള്ളത്തിൽ മുക്കി വെക്കത്തില്ല കേട്ടോ. ഒന്ന് മുക്കിയതിന് ശേഷം ആ ഒരു സാരിയുടെ അടിഭാഗത്തായിരിക്കുമല്ലോ പൊതുവേ അഴുക്കുകളൊക്കെ ഉണ്ടാകുന്നത്, ആ ഒരു ഭാഗം നമ്മൾ കൈ ഉപയോഗിച്ചിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്ക്രബൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ഇതുപോലെ അടിഭാഗത്ത് വരുന്ന ചെളിയൊക്കെ നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ സാധാരണ തുണി കഴുകുന്ന ബ്രഷൊന്നും ഉപയോഗിച്ചിട്ട് ശക്തമായിട്ടൊന്നും ഉരച്ചൊന്നും കഴുകത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ വില കൂടിയിട്ടുള്ള സാരിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചീത്തയാവും. അതുപോലെ ഷാമ്പു വെള്ളത്തിൽ ഒരുപാട് നേരമൊന്നും നമ്മൾ സാരി മുക്കി വെക്കരുത്. കൂടിപ്പോയാൽ 5 മിനിറ്റ് അത്രയും മാത്രമേ മുക്കി വെക്കാവൂ. അതിനുശേഷം നമ്മൾ സാരി എടുത്തിട്ട് നല്ലതുപോലെ 2-3 വെള്ളത്തിൽ ഒലച്ച് കഴുകിയെടുക്കണം. ആ ഒരു ഷാമ്പൂവിൻ്റെ പതിയൊന്നും സാരിയിൽ ഉണ്ടാകരുത്. നല്ല തെളിഞ്ഞ വെള്ളം വരുന്നത് വരേക്ക് 3-4 പ്രാവശ്യം നമ്മൾ കഴുകിയെടുക്കണം. വാഷിംഗ് മെഷീനിലോ മുറ്റത്തെ അലക്കുകല്ലിലോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ വില കൂടിയിട്ടുള്ള സാരികളൊന്നും ഒരിക്കലും കഴുകിയെടുക്കരുത്. ഇതുപോലെ നമ്മളൊന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ. ഈവൻ ഡ്രൈ ക്ലീനിങ്ങിന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പോലും 1-2 പ്രാവശ്യം പിന്നെ അത് ഉടുത്ത് കഴിയുമ്പോഴത്തേന് ആ സാരി ഒരുപാട് ഫെയ്ഡായിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ നമ്മൾ വീട്ടിൽ തന്നെ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും ആ ഒരു സാരിയുടെ പുതുമ നഷ്ടപ്പെടത്തില്ല കേട്ടോ. നമ്മൾ ബ്ലീച്ചോ ഹാഷായിട്ടുള്ള പൗഡറോ ഒന്നും ഉപയോഗിക്കാതാണ് കേട്ടോ സാരി ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നിറം എന്നും നിലനിൽക്കും. ഇപ്പം ഞാൻ 4-5 വെള്ളത്തിൽ നമ്മുടെ സാരി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അവസാനത്തെ സ്റ്റെപ്പ് വരുന്നത് കുറച്ച് ക്രിസ്പ് ആൻഡ് ഷൈന് കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ സാരി അതിലൊന്ന് മുക്കിയെടുക്കും.
ഒരുപാട് വെള്ളമൊന്നും എടുക്കണ്ട കേട്ടോ. ഏകദേശം നമ്മുടെ സാരി മുങ്ങാൻ പാകത്തിന് വെള്ളം എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് ക്രിസ്പ് ആൻഡ് ഷൈൻ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സാരി ഇതിലൊന്ന് മുക്കി പിഴിഞ്ഞെടുക്കുന്നില്ല, ഇത് മുക്കിയിട്ട് ഇതുപോലെ തന്നെ എടുത്ത് ആ ഒരു വെള്ളത്തോട് കൂടി തന്നെയാണ് ഞാൻ അശയിലേക്ക് ഉണങ്ങാനായിട്ട് ഇടുന്നത്. നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ സാരിയിൽ ഒരുപാട് ചുളിവുകൾ വരും കേട്ടോ. ഇതുപോലെ നിവർത്തിയാണ് കേട്ടോ സാരി ഞാൻ ഉണങ്ങാനായിട്ട് ഇടുന്നത്. ഷെയ്ഡുള്ള സ്ഥലത്ത് ഉണങ്ങാനായിട്ട് ഇടുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ ഒരുപാട് സമയം നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയെടുക്കരുത്. സാരി ഒന്ന് ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ എടുത്ത് മടക്കി വെക്കുകയും വേണം. നല്ല പട്ടുസാരികൾ എങ്ങനെ നോക്കി വാങ്ങാം, അതുപോലെ തന്നെ പട്ടുസാരികൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നൊരു വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കണ്ട് നോക്കിയിട്ട് നല്ല റെസ്പോൺസ് തന്നൊരു വീഡിയോ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് അതുകൂടി കണ്ടു നോക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ സാരി ഉണക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ സാരികൾ പൊതുവേ അയൺ ചെയ്യാറില്ല കേട്ടോ. ഞാൻ ചെയ്യുന്നത് നല്ലതുപോലെ മടക്കിയിട്ട് ഒരു ന്യൂസ് പേപ്പറിനുള്ളിലാക്കി ബെഡിന് അടിയിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ സാരി ഉടുക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് നല്ല പോലെ അയൺ ചെയ്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. മാത്രമല്ല നമ്മൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സാരികളൊക്കെ അടിക്കടിക്ക് അയൺ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കളറൊക്കെ ഫെയ്ഡായി പോകാനും അതുമാത്രമല്ല അതിൻ്റെ കസവൊക്കെ പെട്ടെന്ന് മങ്ങിപ്പോകും കേട്ടോ. ഇനി നിങ്ങൾക്ക് സാരി അയൺ ചെയ്തേ മതിയാവുമെന്നുണ്ടെങ്കിൽ, ചിലർക്കൊക്കെ സാരി അയൺ ചെയ്യുമ്പോഴാണ് കേട്ടോ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ സാരിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ന്യൂസ് പേപ്പറിന് മുകളിൽ അയൺ ചെയ്തെടുക്കുക. ഒരിക്കലും അയൺ ബോക്സ് സാരിയിലേക്ക് ഡയറക്റ്റായിട്ട് വെച്ച് അയൺ ചെയ്തെടുക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.